ഗൗതമിനെ സ്വന്തമാക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് പിങ്കി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുക, ഇനി എങ്ങനെയായിരിക്കും ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതം മുന്നോട്ട് പോവുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരുന്നു നന്ദയും ഗൗതമും തന്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നത്. അങ്ങനെ ആ ഒരു സറോഗസിക്ക് വേണ്ടിയിട്ട് പോകുന്ന സമയത്തും അത് ആ ഒരു സറോഗസിയുടെ കാര്യങ്ങളെല്ലാം മുടക്കിക്കൊണ്ട് പിങ്കി ഗൗതമിന്റെയും നന്ദയുടെയും കുഞ്ഞിനെ ഏറ്റെടുക്കുവാണ്. അതിന്റെ പേരിൽ വലിയ പൊട്ടിത്തെറികൾ നടന്നുവെങ്കിൽ പോലും പിന്നീട് നന്ദ അത് തിരിച്ചറിഞ്ഞു. എന്താണ് ഇതിന്റെ നന്മ, അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇപ്പോ പിങ്കിയുടെ വയറ്റിലാണ് കുഞ്ഞുള്ളെങ്കിൽ പോലും അത് നന്ദയുടെയും ഗൗതമിന്റെയും കുഞ്ഞാണ്. അപ്പൊ ആ കുഞ്ഞിനെ വളർത്തി 9 മാസവും 9 ദിവസവും കഴിഞ്ഞാൽ പിന്നെ അവിടെ പിങ്കിയുടെ റോള് കഴിയും. പിന്നെ നീ വിഷമിക്കേണ്ട ആവശ്യം എന്തിനാണ് എന്നൊക്കെ ഗൗതം നന്ദയോട് പറഞ്ഞപ്പോ നന്ദ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ ഏറ്റത്. പിന്നെ പിങ്കി തന്റെ കണ്ണ് പോലെ ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പിങ്കിക്ക് ഒരു ആപത്തും വരാതെ പിങ്കിയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കാനായിട്ട് നന്ദ തീരുമാനിച്ചു. അങ്ങനെ പിങ്കിക്ക് ഓരോ കാര്യങ്ങളും എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണ്ട, പിങ്കി എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഉറങ്ങണ്ട, പിന്നെ രാവിലെ എത്ര മണിക്ക് എണീക്കണം, എക്സസൈസ് എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഓരോ കാര്യങ്ങളും പക്വതയോടുകൂടി ഓരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് തന്നെയാണ് നന്ദ പിങ്കിയെ ചെയ്യിപ്പിക്കാനായിട്ട്, പിങ്കിക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ നന്ദയുടെ ഉപദേശങ്ങളോ അല്ലെങ്കിൽ നന്ദ പറയുന്ന കാര്യങ്ങളോ കേൾക്കാനായിട്ട് പിങ്കി തയ്യാറല്ല. എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്വന്തമാക്കുക, ഏതെങ്കിലും വിധേനയും ഗൗതം തന്റെ അരികിലോട്ട് എത്തണം, എന്നിട്ട് പിങ്കി നന്ദ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം, ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് പിങ്കിയുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും കാര്യമാക്കാതെ ഓരോ കാര്യങ്ങൾ നന്ദ പിങ്കിയെ സഹായിക്കാനും പിങ്കിക്ക് ജ്യൂസ് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴും അതെല്ലാം നിഷേധിക്കുവാണ് പിങ്കി ചെയ്യുന്നത്. അങ്ങനെ പിങ്കിക്കൊപ്പം എന്തിനും ഏതിനും കൂട്ടായിട്ട് പിങ്കിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു അതിഥി കൂടി അവിടെ ഇന്ദീവരത്തിൽ എത്തുവാണ്. ആ ഒരു അതിഥിയുടെ വരവോടുകൂടി അവിടെ എല്ലാവരുടെയും ജീവിതം തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവാണ്. ഗിരിജ എന്നാണ് ഈ ഒരു പുതിയൊരു കഥാപാത്രത്തിന്റെ പേര്. ഈ ഗിരിജ വരുന്നത് യഥാർത്ഥത്തിൽ പിങ്കിയെ സഹായിക്കാൻ വേണ്ടിയിട്ട്, പിങ്കിയുടെ ആ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്, പിങ്കിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഗിരിജ ഇന്ദീവരത്തിൽ എത്തുന്നത്. പക്ഷെ ഗിരിജയുടെ വരവ് എന്തുകൊണ്ടും ഒരു അടി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നന്ദയ്ക്കാണ്. നന്ദയ്ക്ക് മാത്രമല്ല ആ ഇന്ദീവരത്തിലുള്ള എല്ലാവരെയും ശത്രുക്കളെ പോലെയാണ് ഗിരിജ കാണുന്നത്. ആ ഒരു കാര്യം നന്ദ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നന്ദ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, എന്നോട് ഗിരിജ സംസാരിച്ചത് വലിയൊരു ശത്രുവിനെ പോലെയാണ്, താൻ എന്തോ അബദ്ധം ചെയ്യാൻ പോകുന്നു, താൻ എന്തോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഗിരിജാടി എന്നോട് സംസാരിച്ചത്. ഈ ഇന്ദീവരത്തിലുള്ള എല്ലാവരും അവരുടെ ശത്രുക്കളാണെന്നാണ് അവരുടെ വിചാരം, അങ്ങനെയാണ് എന്നോട് സംസാരിച്ചത് എന്നൊക്കെയുള്ള ഒരു പരാതി നന്ദ ലക്ഷ്മിയോട് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നന്ദ ആഹാരം കൊണ്ടുകൊടുക്കുകയും പിന്നെ പിങ്കി അത് ഛർദ്ദിക്കുകയും, എന്നാൽ ഇതെല്ലാം നന്ദയുടെ കുറ്റമാണ്, നന്ദ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് എന്നൊക്കെയുള്ള രീതിയിലും സംസാരങ്ങൾ വരുന്നുണ്ട്. അത് മാത്രമല്ല അവസാനം നന്ദയെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് അവർ രണ്ടുപേരും അവിടെ കാണിച്ചു കൂട്ടുന്നത്. എന്നാൽ തന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആശങ്കയിലും ആദിയിലും തന്നെയാണ് ഇപ്പോൾ ഗൗതമും നന്ദയും ഒപ്പം അവിടെ ജീവിക്കുന്നത്. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, കുഞ്ഞിനെ ഇനി പിങ്കി തട്ടിയെടുക്കുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക നന്ദയ്ക്ക് ഇപ്പോഴും ഉണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക, ഇനി പിങ്കിയിൽ നിന്ന് നന്ദ എങ്ങനെയായിരിക്കും രക്ഷിക്കാൻ പോകുന്നത്? ഓരോ അവസരവും മുതലാക്കിക്കൊണ്ട് ഗൗതമിനെ തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുമ്പോൾ ആ അവസരങ്ങൾ എല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് തന്നെ ഗൗതം സാറിനെ രക്ഷിക്കാനും അതിനൊപ്പം തന്നെ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന തന്റെ കുഞ്ഞിനെ സംരക്ഷിച്ച് ആ കുഞ്ഞിനെ തനിക്ക് തിരിച്ച് വാങ്ങാനായിട്ടും സാധിക്കുമോ? ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.